വേടന് പൂർവാധികം നിയമപരമായിട്ടുള്ള ജാമ്യം ലഭിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, വേടൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ട് സമൂഹത്തോട് പറയുന്ന ഒരു 2 ലൈൻ വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു കേസിന് ശേഷം, അതായത് ഇപ്പോൾ നിലവിൽ പുലിപ്പല്ലുമായിട്ടുള്ള വിഷയവും അതുപോലെ തന്നെ കഞ്ചാവ് ലഹരി ഉപയോഗവുമായിട്ടുള്ള അത് മൊത്തത്തിൽ ബന്ധപ്പെടുത്തി തന്നെയാണ് വേടൻ റിപ്ലൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തോട് പറയുന്നത്. അതായത് പൂർവാധികം നല്ലൊരു മനുഷ്യനായിട്ട് വരാൻ അദ്ദേഹം ശ്രമിക്കുമെന്നാണ് പറയുന്നത്. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി റാപ്പർ വേടൻ അഥവാ ഹിരൺദാസ് മുരളി. അതായത് ലഹരി കേസ് മാത്രമല്ല, പുലിപ്പല്ല് വിഷയമായിട്ട് ബന്ധപ്പെട്ടും ഏത് അന്വേഷണത്തിനും വേടൻ സഹകരിക്കാൻ തയ്യാറാണെന്നും, അതുപോലെ തന്നെ നാട് വിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തന്നെയാണ് വനം വകുപ്പ് കോടതിയുടെ മുന്നിൽ പറഞ്ഞ അല്ലെങ്കിൽ വെച്ച പ്രധാന നിലപാടുകളും പ്രധാന ചോദ്യങ്ങളും. ഇതൊക്കെ തന്നെ കോടതി തള്ളിക്കൊണ്ടാണ് വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കാരണം വേടന് ഈ ലഹരി കേസും അതുപോലെ തന്നെ നിലവിലുണ്ടായിട്ടുള്ള പുലിപ്പല്ല് കേസുമായിട്ട് അല്ലാതെ മറ്റ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ കേസുകളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നല്ല വീഡിയോ ഒന്ന് കാണാം. നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇപ്പോ ഇവന്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. വേടനെതിരെ എടുത്ത കേസിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രസ്താവനയിൽ അറിയിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഒപ്പം തന്നെ ദീപക് ധർമ്മടം. വനമന്ത്രിയുടെ പ്രതികരണം അത് ശ്രദ്ധേയമാണ്. വനമന്ത്രിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ ദീപക് ധർമ്മടം പങ്കുവയ്ക്കും. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഈ വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന വനംവകുപ്പിന്റെ വാദങ്ങളൊക്കെ, അതായത് വേടനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പുതിയ ജനറേഷനോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, വേടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് വളർന്നു വന്നത്, അവന്റെ വളർച്ചയുടെ ചുറ്റുപാടുമുള്ള സമൂഹം എങ്ങനെയായിരുന്നു, ചുറ്റുപാട് എന്തായിരുന്നു, അതൊക്കെ നമുക്കറിയാം. അല്ലാതെ ചിലരൊക്കെ, എല്ലാവരും തന്നെയല്ല, ഒരു ചെറിയ ശതമാനം ആൾക്കാർ വേടനെ ആക്ഷേപിക്കുകയും ജാതിയുടെയും നിറത്തിന്റെ പേരിലൊക്കെ തന്നെ മാറ്റി നിർത്താനുള്ള മിക്ക അഭിപ്രായങ്ങളും കമന്റ് ബോക്സ് വഴി, അതായത് ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേടൻ പറയുന്ന കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഒരു നല്ല മനുഷ്യനായി മാറാൻ. സ്റ്റേജിലൊക്കെ തന്നെ വളരെയധികം വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളൊക്കെ പറഞ്ഞതിനൊപ്പം വേടൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സിന്തറ്റിക് ഡ്രഗ്സ് ആരും തന്നെ ഉപയോഗിക്കരുത്, അത് നമ്മളെ തലച്ചോറിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു വസ്തുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിലവിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വേടൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പവും പരിഹാസവും ഒക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് എല്ലാവരും വേടനെ നോക്കിക്കണ്ടത്. അപ്പം ഒരു ക്രിമിനൽ പശ്ചാത്തലമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് കോടതിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്ന് മനസ്സിലാക്കിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വനം വകുപ്പ് മന്ത്രി കൂടി വേടന് സപ്പോർട്ട് ചെയ്യുന്നിരിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടി.കെ. വേടന്റെ പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ വേടന് ജാമ്യം അനുവദിച്ചാൽ പ്രതി തെളിവ് നശിപ്പിക്കാനും വിദേശത്തേക്കടക്കം കടക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളണം എന്ന നിലപാടാണ് വനം വകുപ്പ് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് വേടൻ തന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വേടൻ ആദ്യം തന്നെ പറഞ്ഞത് താൻ ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാം, പാസ്പോർട്ട് അടക്കം ഹാജരാക്കാൻ തയ്യാറാണ്. പിന്നീട് ഇതൊരു ആരാധകൻ തനിക്ക് സമ്മാനിച്ചൊരു വസ്തുവാണ്, ഇത് പുലിപ്പല്ലാണെന്ന് അറിയുമെങ്കിൽ താനിത് ഉപയോഗിക്കില്ലായിരുന്നു
നൽകുമെന്ന് വേടൻ കോടതിയെ പറഞ്ഞു. ഒപ്പം ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ ഇത് പുലിപ്പല്ലാണെന്ന് അറിയാൻ സാധിക്കുക എന്ന് ചോദിച്ചു. ശാസ്ത്രീയ തെളിവിന്റെ കാര്യങ്ങളൊന്നും തന്നെ വനംവകുപ്പിന് ഹാജരാക്കാനായില്ല. അതോടൊപ്പം തന്നെ വേടന് ഇത്തരത്തിൽ സമാനമായ ക്രൈമുകളൊന്നും മുൻപ് വേടനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാമാണ് വേടന് അനുകൂലമായി ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വേടനെതിരെ വനംവകുപ്പ് ചുമത്തിയത് മൃഗവേട്ട എന്ന വകുപ്പാണ്. വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ കാട്ടിപ്പോയി മൃഗവേട്ട നടത്തിയെന്ന് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും തന്നെ വനംവകുപ്പിന്റെ പക്കലില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ആ വകുപ്പ് എങ്ങനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമെന്ന് വേടൻ ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളൊന്നും കാര്യമായി ലഭ്യമായില്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് വേടന് ജാമ്യം അനുവദിച്ചത്. ഒപ്പം വേടന്റെ പ്രതികരണം പുറത്തു വന്നത് താൻ ഈ തെറ്റുകളെല്ലാം തിരുത്തും, നേരത്തെ കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായിരുന്നു, അതടക്കം തിരുത്തുമെന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകുകയും ചെയ്താണ്. ശരി, ലഹരി ഉപയോഗവും മദ്യപാനമോ അതൊന്നും ശരിയായ ശീലമല്ല, തന്നെ കേൾക്കുന്നവർ ഈ വഴി സ്വീകരിക്കരുത് എന്ന് വേടൻ പറയുന്നുണ്ട്. തിരുത്താനുള്ള ശ്രമത്തിലാണ് താൻ തിരിച്ചെത്തും എന്നാണ് വേടൻ പറയുന്നത്. അത് തിരുത്തുന്നത് തന്നെയാണ് വേടന് യോജിച്ച ഒരു കാര്യം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് കാരണം കേരളത്തിൽ ഏകദേശം വലിയൊരു ശതമാനം ആളുകൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇതെങ്കിലും ഒന്ന് മുഖവിലേക്ക് എടുക്കാനെങ്കിലും വേടന് കഴിയണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും ലഹരി ഉപയോഗം യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായി സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു സ്റ്റാൻഡിൽ മാത്രമാണ് വേടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നല്ല അവസരങ്ങളും നല്ല വേദികളും കേരളത്തിലുടനീളം വേടന് ലഭിക്കട്ടെ. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും വിദേശത്തൊക്കെ തന്നെ വേടന് കൃത്യമായിട്ടുള്ള പാടാനുള്ള ഇടങ്ങൾ ലഭിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കുകയാണ്, ആശംസിക്കുകയാണ്.